ഈശോയെ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടി വിളിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഞങ്ങളുടേത്. ഈ നിമിഷം തിരിച്ചറിയുകയാണ്, പലപ്പോഴും സ്നേഹത്തിന്റെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈശോയെ, ആ മേഖലകളിലൊക്കെ അങ്ങൊന്ന് തൊട്ട് ഈശോയെ, അങ്ങയുടെ ശക്തി ഇറങ്ങി വന്ന് സ്നേഹത്തിന്റെ കുറവുകളെയൊക്കെ ഒന്ന് നികത്തി എന്നെ പരിപൂർണനാക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ, ഒന്ന് പ്രാർത്ഥിച്ച് സ്നേഹം തന്നെയായ ത്രിയേക ദൈവമ നമ്മുടെ മുമ്പിൽ ഈ നിമിഷം സന്നിഹിതമായിരിക്കുക. സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. ചോദിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. വചനം പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകളിൽ ഉണ്ട് എങ്കിൽ, അത് തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ, ഇന്ന് ഈ ആരാധനയിൽ ചോദിച്ചു വാങ്ങാം. ഈശോയെ, സ്നേഹം തന്നെയായ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്, അവരങ്ങേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും, തുറക്കപ്പെട്ട കണ്ണുകൾക്ക് ശേഷം അവരങ്ങയോട് പറയുന്നുണ്ട്, നാഥ, ഞങ്ങളോട് ഒത്തു വസിച്ചാലും. ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളോട് ഒത്തു വസിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നിന്റെ സാന്നിധ്യത്താല് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറച്ച്, നിന്റെ സ്നേഹത്താല് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. നാഥ, കൂടെ വസിക്കണമേ. 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 ദൈവമേ, നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറവുമില്ല. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 31-ാം വാചകം പറഞ്ഞു വെക്കുന്നത് പോലെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഈശോയെ, നീ കൂടെ ഉണ്ടാകണമേ. നാഥ, ഞങ്ങളോടൊത്ത് വസിക്കണമേ. നീ കൂടെയുണ്ട് എങ്കിൽ ഒന്നിനെയും പറ്റി വേവലാതികൾ പെടേണ്ടത് ആവശ്യമില്ല. ഒന്നിനെയും പറ്റിയും ആകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിന്റെ സാന്നിധ്യം എല്ലാ കുറവുകളെയും മാറ്റി നിർത്തും, എല്ലാ പോരായ്മകളെയും മാറ്റി നിർത്തും. ഈശോയെ, കൂടെ വസിക്കണമേ. ഈ നിമിഷം നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറ്റണമേ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നീ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യത്താല് വളരുവാനുള്ള ഒരു ശക്തി, ഒരു പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവമേ, നിന്റെ വാക്കുകളാ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് തിരിച്ചറിയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭയത്തിന്റെയും വേവലാതികളുടെയും ആകുലതകളുടെയും
ഒക്കെ മേൽ ഈ വചനം അയച്ച് ശക്തിപ്പെടുത്തണമേ. പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പാടി പ്രാർത്ഥിച്ചേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. യോഹന്നാൻ സുവിശേഷം 4-ാം